ഹലോ ഗൈസ് വാട്സ്ആപ്പ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് അഡീഷൻ്റെ ട്യൂട്ടോറിയൽസ് എപ്പിസോഡ് 2 ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് നമ്മൊരു കിഡിലാസ്കി കൗ ഫാം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോ ഉണ്ട്. ഗൈസ് നമുക്ക് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ കൈനടിയിലോട്ട് റീച്ചൊന്നും കയറില്ല, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല ഗൈസ്. തന്നെ എപ്പോഴുള്ള വീഡിയോയുടെ ഫുള്ള് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തൊക്കെയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗൈസ്. നമുക്ക് നേരെ കൗ ഫാം ഉണ്ടാക്കി കൗ ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഞാൻ എടുത്ത് കാട്ടാൻ മറന്നു ഗൈസ്. നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോയി ഗൈസ്. നിങ്ങൾ നോക്കി അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ കൗ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ബാക്കി നിങ്ങൾ മൈൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ 6 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. 2 ആയിട്ട് ഇങ്ങനെ 6 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം ഗേസ്. 4 6 ഓക്കെ ഗേസ്. 6 പൊട്ടിച്ചെടുത്തിട്ട് നടുക്ക് 2 ജസ്റ്റ് ഓക്കെ ഗേസ്. നടുക്ക് 2 അയ്യോ സോറി തെറ്റിപ്പോയി ഗേസ്. കുഴപ്പമില്ല, നമുക്ക് നടുക്ക് 2 അങ്ങോട്ട് ജസ്റ്റ് ആക്കുക. ഇത് മൈൻഡ് ചെയ്യേണ്ട ഗേസ് നിങ്ങൾ. ഓക്കെ, നമ്മുടെ 2 ഹോപ്പർ എടുത്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്ത ഡേയ്സ് നമുക്കിവിടെ ഇനി ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇത്തിരി വെക്കാനുണ്ട്. നമ്മൾ സ്ലാബ് എടുത്തിട്ട് സൈഡിൽ 3 എണ്ണമായിട്ട് ഇങ്ങനെ വെക്കണം ഗേസ്. 3 ഹൈറ്റിൽ 3 എണ്ണം ഇങ്ങനെ വെക്കണം ഗേസ്. 3 എണ്ണം ഓക്കെ. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ട് 4ാമത്തെ സൈഡിലോട്ട് നമ്മൾ മേൽക്കൂരയുള്ള പണം നോക്കണം ഗേസ്. എന്നാലും നമുക്ക് ഇത് മൂടാനൊക്കെ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും, സോറി ഞാൻ മണ്ടത്തരം കാട്ടി. അപ്പോൾ ഗേസ് നമ്മൾ ഇങ്ങനെ മൂടാനൊക്കെ പറ്റുള്ളൂ. ഗേസ് നമ്മൾ സൈഡിലോട്ടൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കണം, എന്നാലും നമ്മുടെ ഈ പശുക്കളെയൊക്കെ കൊണ്ടിടാൻ പറ്റുള്ളൂ. പിന്നെ ഗേസ് ഒരു ഡിസ്പെൻസർ നമ്മുടെ കില്ലിങ് ഏരിയയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് വെക്കാം. നമ്മളെ ഈ ഒരു സ്ഥലത്തിലോട്ട് നോക്കി നിൽക്കണം ഒരു ഗൈസ്. ടൈൻ്റെ മേലുള്ള ഒരു ബ്ലോക്കോ ഗൈസ്. അതിൻ്റെ വേണ്ടി 2 ബ്ലോക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കവർ ചെയ്തിട്ട് ഗൈസ് നമുക്ക്. പിന്നെ ഈ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് എന്തൊക്കെ ലൈക്ക് എടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. റീച്ചില്ല എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ടല്ലേ ഇറങ്ങണം, അപ്പോൾ എനിക്ക് റീച്ചൊക്കെ കയറിക്കോളും തന്നെ. പിന്നെ എനിക്ക് ഇത്തിരി ചുമയും പനിയൊക്കെ ഉണ്ടാവും, ഇത്തിരി ചുമയൊക്കെ ഉണ്ടാവും ഗേസ്. ഇത്തിരി സീനാണ് ഗേസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് 4 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം ഗേസ്. എന്നിട്ട് ഇങ്ങനെ 4ാമത്തെ ബ്ലോക്കിൽ നിന്ന് നേരെ 3 ബ്ലോക്ക് വരെ ഇങ്ങനെ വെച്ചിട്ട് 4ാമത്തെ ബ്ലോക്കിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഗേസ്. അടിയിലൊക്കെ ഒന്ന് മൂടണം കേട്ടോ ഗേസ്. ഇത് അടിയിലൊക്കെ ഒന്ന് മൂടി ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഗേസ് നമുക്കൊന്ന് കാണാം. ഗേസ് ഞാൻ പറഞ്ഞില്ല ഗേസ്, ഇത്തിരി ചുമയുണ്ട്. പിന്നെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല, എനിക്ക് ഇത്തിരി തൊണ്ടവേദനയുണ്ട് ഗേസ്. അതാണ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഗേസ് നമ്മുടെ ഈ ഡിസ്പെൻസറിൻ്റെ മുകളിൽ 2 സൈൻ ബോർഡ് വെക്കണം, അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട്. എന്നാലേ ഗേസ് നമുക്കിത് കൃത്യമായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗേസ് നമ്മുടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഇത്തിരി ചെറുതാക്കണം ഗേസ്. 1 ബ്ലോക്ക് ചെറുതാക്കണം. ഞാൻ നേരത്തെ 3 ബ്ലോക്ക് നീട്ടോ 4 ബ്ലോക്ക് നീട്ടോ 3 ബ്ലോക്കിലാണ് ഞാൻ ചെയ്തിരുന്നത്. അത് നിങ്ങൾ 2 ബ്ലോക്ക് ആക്കിയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. 2 ബ്ലോക്ക് ആക്കി അല്ലെങ്കിൽ നിങ്ങൾ 3 ബ്ലോക്ക് വെച്ചാൽ കുഴപ്പമില്ല. ശിവനെ 2 ബ്ലോക്കിലാണ് ചെയ്യണത് കണ്ട കേസ്. ഞാൻ ഈ പ്ലാറ്റ്ഫോം ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. 2 ബ്ലോക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഒന്ന് കുറച്ചിട്ടുണ്ട് വെറുതെ കേസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ ഒന്ന് 2-3 ചില്ലൊക്കെ ഇട്ടൊന്ന് കവർ ചെയ്തിട്ട് കേസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പശുവിനെ കൊണ്ടുവരണം. അതിനിപ്പോൾ ഫെൻസ് വെക്കണം കേസ്. ഇവന്മാർ കണ്ട കേസിനെ ഇപ്പോൾ പശുവിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഫെൻസ് വെക്കണം. ഇവന്മാർ ഇങ്ങനെ ആർത്തി പിടിച്ചാൽ ചാടി നടക്കും കേസ്. പിന്നെ നമ്മുടെ അതിൽ വീറ്റ് ഇവന്മാർ കൊടുത്തവന്മാരെ ബ്രീഡ് ചെയ്യണം യെസ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ 2 ചില്ലങ്ങാട്ട് പൊട്ടിച്ചിട്ട് വെള്ളമുള്ള ചില്ല ഞാൻ പൊട്ടിച്ചാറുണ്ട്. 2 സൈൻ ബോർഡ് അങ്ങാട്ട് പൊട്ടിച്ചളയാം. പൊട്ടിച്ചിട്ട് അവിടെ 2 നമ്മുടെ കല്ലങ്ങാട്ട് എടുത്ത് വെക്കുക യേസ്. എന്തിനാന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇപ്പോഴേ പോകരുത്, കാരണം ഇതിൽ നിറച്ച് വലുതാക്കി നിറയ്ക്കുമ്പോൾ നമുക്ക് അത് നല്ലൊരു എഫിഷ്യൻ്റായിട്ട് വർക്കാവണം. നമുക്ക് ഇതിൽ ഇനിമാർക്ക് നല്ലോണം ഫുഡൊക്കെ കൊടുത്തൊരു അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ആക്കിയിട്ട് കാണുക യേസ്. സുമാരെ ഞാൻ നിറയ്ക്കട്ടെ യേസ്. ഇനി എങ്ങനെയില്ല ഒരു കുട്ടി വന്ന് കേസ് ഒരെണ്ണം വന്ന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പിന്നെ കേസ് നമ്മൾ ഫെൻസ് ഞാൻ മറന്നു. ഫെൻസ് ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് ഇപ്പുറത്തൊരെണ്ണം വെക്കാം, പിന്നെ ഒരെണ്ണം വെക്കാം, പിന്നെ ഒരെണ്ണം വെക്കാം. ഇവന്മാരോട് ഒന്ന് ചാടണ്. ഓക്കെ നമ്മൾ ഫെൻസ് മൊത്തം വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫെൻസ് വേണമെങ്കിൽ പൊട്ടിച്ചോളാം. അവനെ പൊട്ടിച്ചോളിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവന്മാർ ചാട്ടം ഇത്തിരി കുറയുണ്ട്. ഇവന്മാർ ഒടുക്കത്തെ ചാട്ടമാണ് കേസ്. അത് നമുക്ക് കുറച്ചിട്ടുണ്ട് ഇത്തിരി കേസ്. ഇനി നമുക്ക് ഇത് ഇവന്മാരൊന്ന് അത്യാവശ്യം ബ്രീഡ് ചെയ്ത് നിറയ്ക്കണം കേസ്. നമുക്ക് കുറച്ച് നേരം ബ്രീഡ് ചെയ്തെടുക്കാം കേസ്. പിന്നെ കേസ് എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീൻ ഇത്തിരി ചെറുതായിപ്പോയി. അത് ഞാൻ എന്താ നോക്കിയില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ശരിയാക്കാൻ പറ്റും നോക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കൂടി സ്ക്രീൻ ചിലപ്പോൾ ചെറുതാവും. അത് ഞാൻ നോക്കി ക്ലിയർ ചെയ്താൽ കേസ്. നിങ്ങൾക്ക് ഞാൻ നോക്കട്ടെ. ഈ വീഡിയോ കൂടി ഇട്ടാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നും കൂടി ഇട്ടോളാം. അല്ലെങ്കിൽ ഞാൻ ആ സ്ക്രീൻ അടുത്ത വീഡിയോയിൽ ശരിയാക്കും കേസ്. എന്തൊക്കെയാലും ഈ വീഡിയോ കൂടി കണ്ടാൽ എനിക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്ത് അത്യാവശ്യം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവന്മാർ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ബ്രീഡ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ 2 ഇത് അങ്ങോട്ട് പൊട്ടിച്ചോളാം കേസ്. 2 ചില്ലും പൊട്ടിച്ച് 2 ചില്ല് പൊട്ടിക്കണ്ടായിരുന്നു.
അവിടെ നിന്നും വെച്ച് ഇപ്പോൾ കുട്ടികൾ ഇറങ്ങി വരും. ഈ കേസ് ഒരു മണ്ടത്തരം കാട്ടി. ഇപ്പോൾ കുട്ടികൾ മൊത്തം പോലെ കുഴപ്പമില്ല കേസ്, മൊത്തം ചില്ലൊന്നിട്ട് കവർ ചെയ്യട്ടെ. അപ്പോൾ കേസ് ഇതിലിപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ലാവ ബക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ഡിസ്പെൻസറിനുള്ളൊരു ലാവ ബക്കറ്റും വെക്കാം കേസ്. അതിൽ നമ്മുടെ കില്ലിങ് ഏരിയ സെറ്റുള്ളൊരു ലെവറും വെച്ചിട്ട് ഡേയ്സ് ഇപ്പോൾ ലെവറും വെക്കണം. എന്നിട്ട് ഡേയ്സ് നമ്മുടെ പശുക്കുട്ടികളൊക്കെ വലുതായി. പിന്നെ ഒരു എൻ്റെ പശുവൊക്കെ പോയി. ഞാൻ പശുവിനെ കൊണ്ടിട്ടുള്ള കുഴപ്പമില്ല കേസ്. നിങ്ങൾ അടിയിലത്തെ ബ്ലോക്കിനെ അറിയാതെ പൊട്ടിച്ച് കളഞ്ഞ്, അതാണ് ഞാൻ മെയിൻ പ്രശ്നം പറ്റിയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേസ്. നമ്മൾ ഈ ലെവറങ്ങോട്ട് ഓണാക്കാം കേസ്. കണ്ട ഇപ്പം നമ്മുടെ ലാവ വരുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാവ കാരണം ഇവന്മാർ ചാകും. അപ്പോൾ നമുക്ക് നല്ല കുക്ക്ഡ് ഫുഡ് കിട്ടും. ഈ ലാവ കയറിയാൽ നോക്കണേ, അത് ഇടയ്ക്ക് ഒന്ന് മിസ്റ്റേക്കാണ്. പിന്നെ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല അതിൽ തന്നെ കയറിയിട്ടുണ്ടാവും. കാണാം കേസ്. കണ്ട ഗേസ് ഇവനെ ഞാൻ മിക്കവാറും തട്ടും കേസ്. ശിവനെ ഇപ്പോൾ ഇവന് വിട്ടിട്ടുണ്ട്, നല്ല ഞാൻ തട്ടും. കണ്ട ഗേസ് 16 കുക്ക്ഡ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേസ്, കൗ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെതറും നമുക്ക് അത്യാവശ്യം വേണം. നമുക്ക് ഈ എൻഹാൻസ്മെൻ്റൊക്കെ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം കിട്ടില്ല ലെതറൊക്കെ ആയിട്ട് വേണം കേസ്. അതിന് നമുക്ക് ഇത്തിരി അടിപൊളിയാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ആർമറൊക്കെ ഇവനെ കൊണ്ട് കേസ് നമ്മൾ വെട്ടി കൊല്ലട്ടെ. സാധനം തട്ടിയിട്ടുണ്ട്. പിന്നെ കേസ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയുള്ള പരിപാടി. നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേസ്. നമ്മുടെ മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ.